കട്ട് ഓഫ് എന്ന് പറയുന്നത് വേക്കൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് നമ്മൾ ഇതേ കട്ട് ഓഫ് ആണ് അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത്. അജ്മീർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 228 ആണ്, ബാംഗ്ലൂർ 473. ബാംഗ്ലൂർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണെന്നറിയോ? അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ പോയിന്റുകളെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും RRBയുടെ ഒരു അപ്ലിക്കേഷൻ അത് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിലായിരിക്കും അല്ലേ? ഇപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറേ സംശയങ്ങളുണ്ട്. അതായത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള 1-2 ഡൗട്ടുകളാണ്. ഏത് RRB ചൂസ് ചെയ്യണം, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷനാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് ട്രേഡ് സെലക്ട് ചെയ്യണം, ഈ 2 കാര്യങ്ങളിലായിരിക്കും മിക്കവാറും പേർക്കും കൺഫ്യൂഷൻസ് വരുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൻറി ഉണ്ടാവും. സോ എൻട്രിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. ഒരിക്കലും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഈ സോൺ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല, ഈ സോൺ സെലക്ട് ചെയ്യരുത് എന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് കാണുന്നതോടുകൂടി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ കേപ്പബിളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ പോയിന്റുകളെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ ഒരു RRB സോൺ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. RRBയുടെ സോൺ ഏതാണെന്നുള്ളത്, അത് കേരള ട്രിവാൻഡ്രം ആണോ, ചെന്നൈ ആണോ, ബാംഗ്ലൂർ ആണോ, ഏത് റീജിയൻ ആണെങ്കിലും അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ, അതായത് നമ്മൾ അപ്ലിക്കേഷൻ ടൈമിൽ തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 കാരണങ്ങളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തേത് വേക്കൻസിയാണ്, രണ്ടാമത്തെ കൺസിഡറേഷൻ കട്ട് ഓഫ് ആണ്, മൂന്നാമത്തേത് ഡിസ്റ്റൻസ് ആണ്, നാലാമത്തേത് കംഫേർട്ടാണ്. ഈ 4 ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സെലക്ഷൻ RRB സോൺ ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തേത് വേക്കൻസി തന്നെ നോക്കാം അല്ലേ. വേക്കൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, RRB പബ്ലിഷ്ഡ് ആണ് അല്ലേ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ വേക്കൻസി കൃത്യമായിട്ട് RRB പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ റീജിയനിലുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ 238 ആണല്ലേ വേക്കൻസി. അജ്മീർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 228 ആണ്. ബാംഗ്ലൂർ 473. ബാംഗ്ലൂർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണെന്നറിയോ, നമ്മൾ മലയാളികൾക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഞാൻ പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ബാംഗ്ലൂർ നമ്മൾ കൺസിഡർ ചെയ്യണം. ബാംഗ്ലൂർ 473 ഒഴിവുകൾ വരുന്നുണ്ട്. ഭോപ്പാൽ നോക്കുകയാണെങ്കിൽ ഇത് 2 കൂടി കൺസിഡർ ചെയ്യണം കേട്ടോ. ഒരു 280 അടുത്ത് വരുന്നുണ്ട്. ഭുവനേശ്വർ നോക്കുകയാണെങ്കിൽ 280 വരുന്നുണ്ട്. ബിലാസ്പൂർ നോക്കുകയാണെങ്കിൽ 1200, 1300 മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ബിലാസ്പൂർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു റീജിയനാണ്. അത്യാവശ്യം നല്ല ഒഴിവ് ഇത്തവണ വന്നിട്ടുള്ള ഒരു റീജിയനിൽ പെട്ടതാണ് ബിലാസ്പൂർ എന്ന് പറയുന്നത്. അവിടെ 1300 ഒഴിവുകളാണ് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസി കണ്ടപ്പോഴേ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, വേക്കൻസിൻ്റെ എണ്ണം കുറവല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിൽ. അതിലൊക്കെ ഞാൻ തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ചണ്ഡീഗഡിൽ എത്ര വന്നിട്ടുള്ളത്, 66 ആണ്. അതേപോലെ ചെന്നൈയിൽ വന്നിട്ടുള്ളത് 148 ആണ്. ഗോരഖ്പൂരിൽ 43, ഗുവാഹട്ടി 62 വന്നിട്ടുണ്ട്. ജമ്മു ശ്രീനഗറിൽ 39, കൊൽക്കത്തയിൽ ടോട്ടൽ ഒരു 350 വന്നിട്ടുണ്ടാവും. അതേപോലെ മാൽഡയിൽ ഒരു 200 സംതിങ് വന്നിട്ടുണ്ട്. ദെൻ മുംബൈയിലേക്ക് വിടുകയാണെങ്കിൽ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ 500 മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. മുംബൈയിൽ 500 മുകളിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട റീജിയൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കേണ്ട റീജിയൻ ആണ്. അതേപോലെ മുസാഫർപൂർ എന്ന് പറയുന്നിടത്ത് 38 ആണ് വന്നത്. മുസാഫർപൂർ 38 ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ പാട്നയിലേക്ക് വരികയാണെങ്കിൽ പാട്നയിൽ ഇപ്പോൾ നിലവിൽ 38 വന്നിട്ടുള്ളൂ. പ്രയാഗ്രാജിൽ നോക്കുകയാണെങ്കിൽ ഒരു 300 അടുത്ത് വന്നിട്ടുള്ളൂ. റാഞ്ചിയിൽ 153. സെക്കന്ദരാബാദിൽ ഏകദേശം 750 മുകളിൽ വന്നിട്ടുണ്ട്. സിലിഗുരിയിൽ 67 ആണ്. ആൻഡ് ഫൈനലി ട്രിവാൻഡ്രത്ത് നമ്മളെ കേരളത്തിൽ വെറും 70 ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേക്കൻസി എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വന്നത്, 5696 ആണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേക്കൻസി കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്, കഴിഞ്ഞ പ്രാവശ്യം 27,000-ലധികം വേക്കൻസിയൊക്കെ വന്നിട്ട് ഇപ്രാവശ്യം ഇത്രയല്ലേ വന്നുള്ളൂ എന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യവും ആദ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി കുറവായിരുന്നു. അതിനുശേഷം റിവൈസ്ഡ് ആയിട്ട് വന്ന സമയത്താണ്, നോട്ടിഫിക്കേഷൻ റിവൈസ്ഡ് ചെയ്ത സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, വേക്കൻസി കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റിവൈസ്ഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ഉടനെ വരാൻ സാധ്യതയല്ല കേട്ടോ. കാരണം അന്ന് റിവൈസ്ഡ് ആയിട്ടുള്ളത് വന്നത് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം വൈകിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അതെന്താണ്, ഒരുപാട് സമയം കുറച്ചുകൂടിയൊക്കെ 1-2 മാസം കഴിഞ്ഞിട്ട് റിവൈസ്ഡ് വേക്കൻസി ലിസ്റ്റൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട.
അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വേക്കൻസിയോട് ഒന്ന് അറിയണ്ടേ? അതോടെ നമ്മൾ അറിയണം. കാരണം വേക്കൻസി അറിയുന്ന സമയത്താണ് ഏതൊക്കെ റീജിയനാണ് നമ്മുടെ ഫേവറേറ്റ് റീജിയൻ ആയിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്ത റീജിയൻസുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞതിൽ ഇത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയില്ലേ. സെക്കന്ദരാബാദ് നമ്മൾ സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യേണ്ട റീജിയനാണ്. നോക്കോളൂ, നെക്സ്റ്റ് നമ്മൾ ഇവിടേക്ക് വരികയാണ്, കഴിഞ്ഞ വർഷത്തെ വേക്കൻസിയിലേക്ക് വരികയാണ്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, അഹമ്മദാബാദിൽ 365, അജ്മീറിൽ 1057, അലഹബാദിൽ 3019, ബാംഗ്ലൂരിൽ വന്ന് നോക്കി 1600. ഇപ്രാവശ്യം 473 വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം 1623 വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഭോപ്പാൽ നോക്കുകയാണെങ്കിൽ 1000 വന്നിട്ടുണ്ട്. ഭുവനേശ്വറിൽ നോക്കിയ 2200 വേക്കൻസി അവിടെ ഭുവനേശ്വറിൽ മാത്രം വന്നിട്ടുണ്ട്. അതേപോലെ ബിലാസ്പൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഏതാണ്ട് ഇതേപോലെ 1400, ഇപ്പോഴും 1400 അടുത്ത് തന്നെയാണ് അല്ലേ. ചണ്ഡീഗഡിൽ വന്നിട്ടുള്ളത് 1300. ചെന്നൈയിൽ 761. ചെന്നൈ നമ്മളെ ഫേവറേറ്റ് റീജിയനിൽ ബന്ധപ്പെട്ട ഒന്നാണ് അല്ലേ. ഈ രണ്ട് റീജിയൻ ബാംഗ്ലൂർ, ചെന്നൈ, ഇത് രണ്ടും നമ്മൾ മലയാളികളുടെ ഫേവറേറ്റ് റീജിയനിൽ പെട്ടതാണ്. അവിടെ 760 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഗോരഖ്പൂരിൽ നോക്കുകയാണെങ്കിൽ 1600 വന്നിട്ടുണ്ട്. ഗുവാഹട്ടി 420, ജമ്മു ശ്രീനഗറിൽ 357, കൊൽക്കത്തയിൽ 706. അതേപോലെ തന്നെ മാൽഡയിൽ വന്നിട്ടുള്ളത് ടോട്ടലി നമ്മൾ കൊൽക്കത്തയിൽ 706, പിന്നെ ഇവിടെയുള്ള ഈ 703, ഏകദേശം 1400 മുകളിലുണ്ട് കേട്ടോ. മാൽഡയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 187. ദെൻ നമ്മൾ മുംബൈയിലേക്ക് വരികയാണെങ്കിൽ മുംബൈയിൽ ഏകദേശം 1500, ഏകദേശം ഒരു 2000-ൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു 1800-ൻ്റെ അടുത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മുസാഫർപൂരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 450, പാട്നയിൽ 720, റാഞ്ചിയിൽ ഏകദേശം 2000-ന് അടുത്ത് വന്നിട്ടുണ്ടോ. റാഞ്ചി നമ്മളെ ധോണിൻ്റെ നാടാണ് അല്ലേ. അവിടെ ഏകദേശം 2000-ന് അടുത്ത് വന്നിട്ടുണ്ട്. സെക്കന്ദരാബാദിൽ നോക്കിയേ 3000-ന്റെ മുകളിൽ വേക്കൻസി വന്ന ഒരു റീജിയനായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ സെക്കന്ദരാബാദ് എന്ന് പറയുന്നത്. സിലിഗുരിയിൽ 162, നമ്മുടെ ട്രിവാൻഡ്രത്ത് 162. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ നിലവിൽ എത്ര വന്നിട്ടുള്ളത്? 70 ആണ്. നിലവിൽ 70 വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 162 ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്രാവശ്യം ഇനി റിവൈസ്ഡ് ആയി കഴിഞ്ഞാലും ഒരുപാട് വലിയ സാധ്യതയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു 150, 160 റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇത്തവണയും വരാൻ സാധ്യത. അതിൽ കൂടുതലൊന്നും വരാനൊരു സാധ്യതയും കാണുന്നില്ല. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേക്കൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, വേക്കൻസി വൈസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ നമ്മളൊന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കന്ദരാബാദ് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാൻ ഈ റീജിയൻസ് എല്ലാം കൂടി എടുക്കുമ്പോഴേ ഞാൻ അടുത്തൊരു പോയിന്റ് അല്ലേ നമ്മൾ നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോയിന്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഞാൻ അതിലേക്ക് വന്നതിന് ശേഷം ഈ വേക്കൻസിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അതായത് ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏത് റീജിയനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ജമ്മു ശ്രീനഗറിൽ അപ്ലൈ ചെയ്യാം, കൊൽക്കത്തയിൽ അപ്ലൈ ചെയ്യാം, അഹമ്മദാബാദിൽ അപ്ലൈ ചെയ്യാം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കിപ്പോൾ അവിടെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലീവ് കിട്ടിയെന്ന് വിചാരിക്കാം, ഒരു 4 ദിവസം ലീവ് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആ 4 ദിവസത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ 2 ദിവസം ട്രെയിനിൽ ഇരിക്കേണ്ടി വരും, തിരിച്ച് അങ്ങോട്ട് 2 ദിവസം. അപ്പോൾ എന്ന് വെച്ചാൽ ആ ലീവ് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് മിനിമം ഒരു 10 ദിവസമെങ്കിലും ലീവ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാൻ, കേരളത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക തന്നെ വേണം അല്ലേ. ഡിസ്റ്റൻസ് ഒരു ഫാക്ടർ തന്നെയാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതിൽ തിരുവനന്തപുരത്തിന് ഞാൻ തീരെ കൺസിഡർ ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങളായിരിക്കും ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ എന്ന്. അതായത് തിരുവനന്തപുരത്തിന് എന്താണ് ഒരു പ്രത്യേക പരിഗണന കൊടുക്കാത്തത്, നമ്മളെ സ്വന്തം നാടല്ലേ എന്നുള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് ആകെ വന്നിട്ടുള്ള 160 ഒഴിവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ തിരുവനന്തപുരത്ത് നമ്മൾ കൊടുക്കുന്നത് റിസ്ക് ആണ്. പക്ഷേ നിങ്ങൾക്ക് കേരളം വിട്ടു പോകാൻ ഒരു താല്പര്യമില്ലെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക തിരുവനന്തപുരം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് അവിടെ വരും. ഞാൻ കട്ട് ഓഫിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ ഞാൻ ഡിസ്റ്റൻസിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ചെന്നൈ കൊടുക്കാം, ബാംഗ്ലൂർ കൊടുക്കാം, സെക്കന്ദരാബാദ് കൊടുക്കാം. ഇതൊക്കെ എന്താണ്, സൗത്ത് ഇന്ത്യയിൽ വരുന്നതാണ് അല്ലേ. ഇതൊക്കെ സൗത്ത് ഇന്ത്യയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ട്രിവാൻഡ്രവും കൊടുക്കാം. ട്രിവാൻഡ്രം കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, ട്രിവാൻഡ്രവും കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ ലേഡീസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളം തന്നെ ട്രൈ ചെയ്തോളൂ. നിങ്ങളൊരു എന്താ പറയുക, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കേരളം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കേരളം ട്രൈ ചെയ്ത് ഒരുപാട് മലയാളികൾ ഇത്തവണ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് സർവീസിലുണ്ട് കേട്ടോ. ഒരുപാട് മലയാളി പെൺകുട്ടികൾ അത് പലപ്പോഴും ന്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെയും മലയാളികളായിട്ടുള്ള ലേഡി ലോക്കോ പൈലറ്റുമാരൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ അത്തരത്തിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഘടകമാക്കി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ ഡിസ്റ്റൻസ് മാത്രമാണോ എന്നുള്ളതല്ല ഒരു ഘടകമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ കട്ട് ഓഫ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കണം. കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എല്ലാ റീജിയൻ്റെയും കട്ട് ഓഫ് എടുക്കുന്നില്ല കേട്ടോ. കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ കഴിഞ്ഞ പ്രാവശ്യം നല്ല കുറവാണ് വന്നിട്ടുള്ളത്, 57 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ചെന്നൈയിൽ 60 വന്നിട്ടുണ്ട്, സെക്കന്ദരാബാദിൽ 61 വന്നിട്ടുണ്ട്,
ട്രിവാൻഡ്രത്ത് നോക്കി 69 എന്ന് വെച്ചാൽ 70 തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. 70 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ബിലാസ്പൂരിൽ 58 വന്നിട്ടുണ്ട്. മുംബൈയിൽ 58ൻ്റെ അടുത്ത് 57.91 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. സോ കട്ട് ഓഫ് വൈസ് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കട്ട് ഓഫ് എന്ന് പറയുന്നത് വേക്കൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് നമ്മൾ ഇതേ കട്ട് ഓഫ് ആണോ അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് വേക്കൻസിയുമായിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറയും, വേക്കൻസി കുറവാണെങ്കിൽ കട്ട് ഓഫ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയല്ലേ. അതായത് വേക്കൻസി കുറവാണെങ്കിൽ കട്ട് ഓഫ് കൂടും. അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്ത് കൂടുന്നത്. സെക്കന്ദരാബാദിൽ വേക്കൻസി എന്താണ്? കൂടുതലാണ്. അപ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യും? കുറയും. സോ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് കട്ട് ഓഫ് കുറച്ചുകൂടി കുറഞ്ഞ സ്ഥലമാണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട റീജിയൻ എങ്ങനെയുള്ള റീജിയൻ ആയിരിക്കണം? നിങ്ങൾ നല്ല വേക്കൻസി ഉള്ള റീജിയൻ സെലക്ട് ചെയ്യണം. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകൾ, നമ്മൾ ഏതെല്ലാം പോയിന്റ്സുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകൾ എന്ന് പറയുന്നത് വേക്കൻസിയെക്കുറിച്ച് പറഞ്ഞു, കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി കംഫർട്ട് എന്ന് പറയുന്ന നാലാമത്തെ ഒരു ഘടകം കൂടി. ഈ കംഫർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്ലൈമറ്റ്. അതായത് ഇപ്പോൾ ചെന്നൈ റീജിയൻ കിട്ടിയെന്ന് വിചാരിക്കുക. ചെന്നൈ റീജിയൻ കിട്ടുമ്പോൾ മിക്കവാറും ചെന്നൈ അല്ല കേട്ടോ കിട്ടുക. അത് സേലം, മധുരൈ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലാണ് കിട്ടുക. നിങ്ങൾക്കറിയാം കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് എവിടെയായിരിക്കും? ബാംഗ്ലൂരാണ് അല്ലേ. ബാംഗ്ലൂർ കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി സിറ്റി ലൈഫ് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാംഗ്ലൂരാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ തന്നെ സെക്കന്ദരാബാദ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ഈ പറഞ്ഞ ദൂരങ്ങളിൽ ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളിൽ കൂടുതൽ ദൂരമുള്ള സ്ഥലമാണ് ഇവിടെ വരുന്നത്, സെക്കന്ദരാബാദ് വരുന്നത്. സോ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നല്ലൊരു ചോയ്സാണ്. അത്യാവശ്യം സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. ഓക്കെ, ചെന്നൈ ഒരിക്കലും അത്ര എന്താ പറയുക നല്ലൊരു സിറ്റി ലൈഫ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം ചെന്നൈ സിറ്റി അല്ല കേട്ടോ കിട്ടുക. ചെന്നൈ റീജിയൻ നമ്മൾ കൊടുത്താൽ ചെന്നൈ സിറ്റിയിലല്ല, ചെന്നൈ എന്ന് പറയുമ്പോൾ തമിഴ്നാട് റീജിയനിൽ എവിടെ വേണമെങ്കിലും വരാം അല്ലേ. സോ ആ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ ആ ഒരു കംഫർട്ട് ലെവൽ, അതേപോലെ വർക്ക് അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിലും ബാംഗ്ലൂർ അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് റീജിയൻസിലുള്ള ലോക്കോ പൈലറ്റുമാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത് ബാംഗ്ലൂരിലുള്ളത് അത്യാവശ്യം നല്ല വർക്ക് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നല്ല വർക്ക് കംഫർട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരിക്കലും ബയാസ്ഡ് ആയിട്ട് പറയല്ല. ഇപ്പോൾ ഞാൻ എല്ലാ റീജിയൻസിനെ കുറിച്ചും പറഞ്ഞു അല്ലേ, എല്ലാ പോയിൻറ്റ്സുകളെ കുറിച്ചും പറഞ്ഞു. ഇനി നിങ്ങളാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഞാൻ ഈ പറഞ്ഞത് കൂടാതെ കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സും ഉണ്ട്. ഒന്നാമത്തത്, ഒരു പക്ഷേ നിങ്ങൾ ഒരു ജോബ് ഇല്ലാത്ത ആളായിരിക്കും. അതായത് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ഒരു 30 ഇയേഴ്സിനോടൊക്കെ അടുപ്പിച്ച് ഏജുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റാണ്. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയേ മതിയാവുന്നുള്ള ആ ഒരു വല്ലാത്ത ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി വേണം, കൺഫേം ആയിട്ട്, വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഈ ജോലി വേണമെന്നാണെങ്കിൽ നിങ്ങൾ വേക്കൻസിയൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലങ്ങൾ നോക്കി കൊടുക്കുക. ഒരിക്കലും കംഫർട്ടിനോ ഡിസ്റ്റൻസിനോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമതൊരു ഘടകം പറയുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം ലിസ്റ്റിലൊക്കെ വന്ന് ഒരുപക്ഷെ നിങ്ങളൊരു സബ് എഞ്ചിനീയർ ആവാൻ പോകുന്ന ആളോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് RRB JEE ക്രാക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് കംഫർട്ടും ഡിസ്റ്റൻസും കുറവ്, അതായത് നല്ല കംഫർട്ടുള്ള ഡിസ്റ്റൻസ് കുറവുള്ള ഒരു റീജിയനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലേഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് കേരളം തന്നെ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി വേറെ റീജിയൻ ആയാലും, അതായത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ആണ്. നമ്മൾ ജോബ് നമുക്ക് ഒരു ഫൈനൽ എന്താ പറയുക, ഒരു ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് വേക്കൻസി തന്നെയാണ് കേട്ടോ. കട്ട് ഓഫിന് ഞാൻ പറഞ്ഞല്ലോ, കട്ട് ഓഫ് എന്ന് പറയുന്നത് വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് എന്തായിരിക്കും, കുറവായിരിക്കും. വേക്കൻസി കുറവാണെങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും. സോ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ വേക്കൻസി തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ആസ് എ ടോട്ടൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സുകൾ എന്ന് പറയുന്നത് സെക്കന്ദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം. ഇത് കൂടാണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മുംബൈയും ബിലാസ്പൂറും വേണമെങ്കിൽ നന്നായിട്ട് കൺസിഡർ ചെയ്യാം. നല്ല വേക്കൻസി വരുന്ന സ്ഥലങ്ങളാണ് ബിലാസ്പൂരും മുംബൈയും. കഴിഞ്ഞ തവണത്തെ വേക്കൻസി കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേറെയും റീജിയൻസുകൾ വരുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞ റീജിയൻസുകളിലേക്ക് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും ആ റീജിയൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരോ സെക്കന്ദരാബാദോ ചൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. ചെന്നൈ ചൂസ് ചെയ്യാം, അതേപോലെ ട്രിവാൻഡ്രം ചൂസ് ചെയ്യാം. സോ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ആ പോയിൻറ്റ്സുകളെല്ലാം കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ ഇന്ന് ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ 1-2 ദിവസം കൂടി എടുത്തോളൂ. നമുക്ക് അടുത്ത മാസം 19-ാം തീയതി വരെയാണ് സമയമുള്ളത്. വേണമെങ്കിൽ 1
1 or 2 ദിവസം കൂടിയൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ചോളൂ. ആലോചിച്ചതിന് ശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ഇന്ന ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്, ഞാൻ ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സെക്കന്ദരാബാദ് ചൂസ് ചെയ്യുന്നു, ഞാൻ മുംബൈ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ സെലക്ട് ചെയ്യുന്നത് ഏത് റീജിയൻ ആണെന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് കൂടിയാണ് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും എഫക്റ്റീവായിട്ട് കേരളത്തിൽ ഈ ALP എക്സാമിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഏറ്റവും മികച്ച കോഴ്സ് ഒരു സംശയമില്ലാതെ എൻട്രി ആപ്പിൽ ഡിസൈൻ ചെയ്ത ALP കോഴ്സാണ്. ഒരു ALPയുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി വന്നിട്ടുള്ള ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു കോഴ്സ് എൻട്രിയിൽ ഓൾറെഡി റണ്ണിംഗ് ആണ്. പുതിയ ഗോൾഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ പർച്ചേസ് ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയും ചെയ്യാം. സോ ഇതുപോലുള്ള നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ട്രേഡ് ചൂസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.